അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങി 121 ആചാര്യന്മാരാണ് പ്രതിഷ്ഠ നടത്തുന്നത്. കണ്ണുകൾ മൂടിയ നിലയിലുള്ള ബാലരാമ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മിഴി തുറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 8000-ഓളം അതിഥികൾ അയോധ്യയിലെത്തും. പൊതുജനങ്ങൾക്ക് നാളെ മുതലാണ് ദർശനം. അയോധ്യയിൽ നിന്ന് ബാലഗോപാൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. അയോധ്യയിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠാ ദിനമാണ്. രാമവിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി കാലങ്ങളായി കാത്തിരിക്കുന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരു പ്രത്യേക ചടങ്ങാണെന്ന് നടക്കുക. രാവിലെ മുതൽ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട്? തികച്ചും ഒരു ഉത്സവ ലഹരിയിലാണ് അയോധ്യ. ഇന്ന് ഉച്ചയ്ക്ക് 12:29 8 കഴിയുമ്പോഴാണ് 8 സെക്കൻഡിലാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള മുഹൂർത്തം ആരംഭിക്കുന്നത്. ഇതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 84 സെക്കൻഡാണ് ഈ മുഹൂർത്തം നീണ്ടു നിൽക്കുന്നത്. അതായത് 12:30 32 സെക്കൻഡ് വരെയാണ് ഈ മുഹൂർത്തം നീണ്ടു നിൽക്കുന്നത്. ഇതിനിടയിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ 121 ആചാര്യന്മാരാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത്. ഈ മംഗളമുഹൂർത്തത്തിൽ ഈ ചടങ്ങിന് ഈ ചടങ്ങ് നടത്തുന്നത് കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിൻ്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് ഈ പ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2 പ്രധാനപ്പെട്ട കടമകളാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഒന്ന്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഗ്രഹത്തിൻ്റെ ഈ മുഖം കണ്ണുകൾ ഇപ്പോൾ തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. ആ തുണി നീക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. തുടർന്ന് സ്വർണ്ണ സൂചി കൊണ്ട് വിഗ്രഹത്തിൽ പുതിയ രാമവിഗ്രഹത്തിൻ്റെ കണ്ണെഴുതുന്നതായിരിക്കും. ഇതിനുശേഷം ഈ വിഗ്രഹത്തിന് സ്വന്തം രൂപം കാണുന്നതിന് ഒരു കണ്ണാടി വയ്ക്കുന്നതായിരിക്കും. അതായത് രാമവിഗ്രഹം മിഴി തുറന്നതിന് ശേഷം ആദ്യം കാണുന്നത് സ്വന്തം മുഖം തന്നെയായിരിക്കും. തുടർന്നാണ് വളരെ ബൃഹത്തായ ഒരു ആരതി ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നത്. അതാണ് ഏറ്റവും അവസാനത്തെ ചടങ്ങ്. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് രാവിലെ 10 മണിയോടുകൂടി ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. മംഗളധ്വനി 25 സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പരമ്പരാഗത വാദ്യങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനിയാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി ഏതാണ്ട് 2 മണിക്കൂറോളം മംഗളധ്വനി അരങ്ങേറുന്നതായിരിക്കും. തുടർന്നാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുന്നത്. പ്രധാനമന്ത്രി രാവിലെ 10:25 അയോധ്യയിലെത്തുന്നത്. തുടർന്ന് 10:45 പ്രധാനമന്ത്രി ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമീപത്തെ ഹെലിപ്പാഡിൽ എത്തുന്നതായിരിക്കും. തുടർന്നാണ് അദ്ദേഹം നമുക്ക് ഈ കാണുന്ന ഈ ഗേറ്റിലൂടെ പ്രധാനമന്ത്രി കടന്നു പോകുന്ന VIP ഗേറ്റാണ് ഈ കാണുന്നത്. ഈ ഗേറ്റിലൂടെയാണ് പ്രധാനമന്ത്രി ഈ രാമക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. SPGയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മേഖല ഉള്ളത്. പക്ഷേ പ്രധാനമന്ത്രി കടന്നു പോകുന്ന ഈ രാമക്ഷേത്രത്തിലെ 3 ഗേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗേറ്റാണിത്. ഇവിടെ വലിയ തോതിലുള്ള അലങ്കാരങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കർശനമായ സുരക്ഷാ പരിശോധനകളും മറ്റും ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങിലേക്ക് എത്തുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ 3ാമത്തെ ഗേറ്റിലൂടെയാണ് ഈ ചടങ്ങിൽ ഈ വേദിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ഈ രാവിലെ 6:30 മുതൽ അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികൾ ആ ഗേറ്റിലൂടെ പ്രവേശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 8000-ഓളം പേരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ 7000-ഓളം പേർ ഇതിനോടകം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഈ അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. അതിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, അതുപോലെ ചലച്ചിത്ര താരങ്ങളായ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ക്രിക്കറ്റ് താരങ്ങളായ സുനിൽ ഗവാസ്കർ, സച്ചിൻ തെണ്ടുൽക്കർ തുടങ്ങിയ പ്രമുഖരുടെ നീണ്ട നിര തന്നെ, PT ഉഷ തുടങ്ങിയ പ്രമുഖരുടെ നീണ്ട നിര തന്നെ ഈ ചരിത്ര ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി ഇതിനോടകം തന്നെ അയോധ്യയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങുകൾക്ക് ശേഷം, അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി 3 മണിക്കൂറാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഉണ്ടാകുക. ഈ ചടങ്ങുകൾക്ക് ശേഷം 1 മണിക്ക് ശേഷം പ്രധാനമന്ത്രി ഇവിടെ നടക്കുന്ന പൊതുചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ പണികൾ നടത്തിയ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുന്നതായിരിക്കും. ഇതിനുശേഷം ഇതേ വഴികളിലൂടെ നമുക്ക് ഈ കാണാം, ഈ പോലീസിൻ്റെയൊക്കെ വലിയ ഒരു സുരക്ഷാ ബാരിക്കേഡ്
ക്രമക്കേട് തന്നെ ഉണ്ട്. ഈ വഴികളിലൂടെ പ്രധാനമന്ത്രി വരുന്നതായിരിക്കും. അതിനുശേഷം അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇവിടെ മറ്റൊരു ശിവക്ഷേത്രത്തിലേക്ക്, അതായത് കുബേർതില ശിവക്ഷേത്രത്തിലേക്ക്, അയോധ്യയിലെ ഏറ്റവും പ്രാചീനമായ കുബേർതില ശിവക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി പോകുന്നതായിരിക്കും. അവിടെയും പ്രധാനമന്ത്രി പൂജ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമീപകാലത്ത് നവീകരിച്ചിട്ടുള്ള കുബേർതില ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 4:30 ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ചരിത്ര സംഭവമാക്കുവാൻ തന്നെയാണ് സർക്കാരും, അതായത് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശിഷ്ടാതിഥികൾ എത്തിത്തുടങ്ങി. പ്രധാനമന്ത്രി 10:55 ഇവിടെ എത്തുന്നതായിരിക്കും. തുടർന്നാണ് ചടങ്ങുകൾക്ക് ഔദ്യോഗികമായ തുടക്കം തുടങ്ങുന്നത്. അതിനു മുമ്പ് 10 മണിക്ക് മംഗളധ്വനിയുടെ അരങ്ങേറ്റത്തോടു കൂടിയാണ് ഇതിൻ്റെ ആചാരപരമായ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മംഗളധ്വനിക്ക് ശേഷമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. 84 സെക്കൻഡാണ് ഈ മുഹൂർത്തമുള്ളത്. ആ മുഹൂർത്തത്തിനിടയിലാണ് 121 ആചാര്യന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. പ്രധാനമന്ത്രിയാണ് ഈ ചടങ്ങിൻ്റെ മുഖ്യ യജമാനൻ. പ്രധാനമന്ത്രിക്ക് സഹായമായി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ബാലഗോപാൽ, ഞാൻ മടങ്ങി വരാം.